കർക്കിടക മാസത്തിലെ എണ്ണ തേച്ചുകുളി. കർക്കിടക മാസം പഞ്ഞമാസം എന്നാണ് പേരെങ്കിലും കഠിനമായ ആരോഗ്യ ചിട്ടകളുടെ സമയം കൂടിയാണ്. പഥ്യവും ഔഷധക്കൂട്ടുകളും എല്ലാം ഉൾപ്പെടുത്തി ശരീരത്തിന്റെ കേടുപാടുകൾ തീർത്തെടുക്കുന്ന സമയമെന്ന് വേണം പറയാൻ. ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല, കുളിക്കുന്ന കാര്യത്തിലും കർക്കിടക മാസത്തിൽ ചില ചിട്ടകൾ പറയുന്നുണ്ട്. ഇത് ആരോഗ്യത്തിനും ഒപ്പം സൗന്ദര്യത്തിനും സഹായിക്കുന്ന ഒന്നാണ്. എണ്ണ തേച്ചുകുളി എക്കാലത്തും ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. സൗന്ദര്യത്തിനും ആരോഗ്യത്തിനുമെല്ലാം ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. ആയുർവേദ പ്രകാരം കർക്കിടക മാസത്തിലെ എണ്ണ തേച്ചുകുളി ഏറെ ആരോഗ്യം നൽകുന്ന ഒന്നാണ്. ചില പ്രത്യേക ചിട്ടകൾ പാലിച്ചു വേണം കുളിക്കാൻ എന്ന് മാത്രം. ദിവസവും എണ്ണ തേച്ചു കുളിച്ചാൽ ആരോഗ്യവും ഒപ്പം സൗന്ദര്യവും നിറഞ്ഞ ശരീരം ലഭിക്കും. വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് എണ്ണ തേച്ചുകുളി ഏറെ അത്യാവശ്യമാണ്. ഉറക്കം, ചർമ്മ സൗന്ദര്യം, ദേഹപുഷ്ടി, തൊലിക്ക് മൃദുത്വം തുടങ്ങിയ പല ഗുണങ്ങൾ ഇതുകൊണ്ട് ലഭിക്കും. ദിവസവും എണ്ണ തേച്ചുകുളി സാധിക്കുകയില്ലെങ്കിൽ ഉള്ളംകാലിൽ എണ്ണ പുരട്ടുക, നെറുകയിൽ എണ്ണ വയ്ക്കുക എന്നിവ പരീക്ഷിക്കാവുന്നതാണ്. കർക്കിടക മാസത്തിലെ തേച്ചുകുളിക്ക് നല്ലെണ്ണ ഏറെ നല്ലതാണ്. തല, ചെവി, ഉള്ളംകാൽ എന്നിവിടങ്ങളിൽ എണ്ണ പുരട്ടണം. ഇതല്ലാതെയും നാൽപ്പാമരാതി പോലെയുള്ള ആയുർവേദ എണ്ണകളും ഉപയോഗിക്കാം. എണ്ണ തേച്ചുകുളി കർക്കിടക മാസത്തിൽ ശരീരത്തിൽ ചൂട് ഉൽപ്പാദിപ്പിക്കുവാനും സഹായിക്കുന്നു. കാലുകൾക്കടിയിൽ എണ്ണ പുരട്ടുന്നത് കൊണ്ട് കാലുകളുടെ വരണ്ട സ്വഭാവം മാറാൻ സഹായിക്കും. കാൽ വിണ്ടുകീറില്ല, നല്ല ഉറക്കവും ദേഹസുഖവും ലഭിക്കും. ദിവസവും എണ്ണ തേച്ചു കുളിക്കുമ്പോൾ നര പെട്ടെന്ന് വരില്ല. തലവേദന പോലുള്ള അവസ്ഥകൾ കുറയും. തലയിൽ എണ്ണ തേച്ചു മസാജ് ചെയ്യുന്നത് ശിരോചർമ്മത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കും. ഇതുവഴി മുടി വളർച്ച ത്വരിതപ്പെടും. ആയുർവേദത്തിൽ എണ്ണ തേച്ചു കുളിക്ക് ചില നിഷ്ഠകൾ പറയുന്നുണ്ട്. ഇത് പാലിക്കുന്നത് ഏറെ നല്ലതാണ്. എണ്ണ തേക്കുമ്പോൾ നെറുകയിൽ എണ്ണ തേക്കേണ്ടത് അത്യാവശ്യമാണ്. നെറുകയിൽ എണ്ണ വയ്ക്കുമ്പോൾ ഇത് നേരെ നാഡീവ്യൂഹത്തിലേക്ക് ഇറങ്ങും. ഇതുകൊണ്ട് തന്നെ വിയർപ്പും വെള്ളവും ഒന്നും എണ്ണ നെറുകയിൽ വെച്ച് കുളിക്കുമ്പോൾ നാഡിയിലേക്ക് ഇറങ്ങില്ല. അതുവഴി അസുഖങ്ങൾ ഉണ്ടാകുകയുമില്ല. തലയിൽ തേക്കാൻ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് ഏറെ നല്ലത്. എന്നാൽ പച്ച വെളിച്ചെണ്ണ തേക്കരുത്. ഇതിലുള്ള ജലാംശം തലയിലൂടെ ശരീരത്തിലെത്തി കോൾഡ് പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകും. പച്ച വെളിച്ചെണ്ണ വെയിലിൽ വെച്ച് ചൂടാക്കി തേക്കാം. വെള്ളത്തിന്റെ അംശം നീക്കാൻ ഇത് സഹായിക്കും. കുളിക്കുമ്പോൾ ആദ്യം തല കുളിക്കണം. ആദ്യം ദേഹം കുളിച്ചാൽ ദേഹത്തെ ചൂട് തലയിലേക്കും പ്രവഹിക്കും. തലവേദനയ്ക്കും അസ്വസ്ഥതകൾക്കും കാരണമാകും. തലയിൽ തണുത്ത വെള്ളവും ദേഹത്ത് ഇളം ചൂടുവെള്ളവും നല്ലതാണ്. വല്ലാതെ ചൂടുള്ള വെള്ളം ആരോഗ്യത്തിനും ചർമ്മത്തിനും ഒരുപോലെ ദോഷമാണ്. രാവിലെയും വൈകിട്ടും സന്ധ്യാസമയത്തുമാണ് കുളിക്കാൻ ഉത്തമമായ സമയം. രണ്ടു നേരവും കുളിക്കുന്നത് അത്ര തന്നെ ആരോഗ്യകരം. രാവിലെ കുളിക്കുന്നത് ആരോഗ്യത്തിനും ഉണർവിനും നല്ലതാണ്. രാത്രി ഏറെ വൈകിയുള്ള കുളി ആരോഗ്യത്തിന് നല്ലതല്ല. കുളിക്കാനും ആയുർവേദം നല്ല സമയം നിശ്ചയിച്ചിട്ടുണ്ട്. പുലർച്ചെ കുളിക്കുന്നതാണ് ഏറെ നല്ലത്. ഇത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നല്ലതാണ്. രാവിലെ, വൈകിട്ട്, സന്ധ്യാസമയത്ത് എന്നീ സമയങ്ങളിൽ കുളിക്കാം. തലയിൽ തണുത്ത വെള്ളമേ ഒഴിക്കാവൂ. ചൂടുവെള്ളം ഒഴിച്ചാൽ അത് മുടിക്കും കണ്ണിനും ദോഷം വരുത്തും. ദേഹത്ത് ഇളം ചൂടുവെള്ളമാണ് നല്ലത്. കുളിച്ചു കഴിയുമ്പോൾ ഒരു വട്ടം കൂടി തലയിലും പാദങ്ങളിലും തണുത്ത വെള്ളം ഒഴിച്ച് നിർത്തുക. വെളിച്ചെണ്ണയിൽ ചുമന്നുള്ളി, ചെമ്പരത്തിപ്പൂ, കരിഞ്ചീരകം, തുളസി എന്നിവയെല്ലാം ഇട്ടു കാച്ചി തേക്കാം. കറിവേപ്പില, മൈലാഞ്ചിയില, ബ്രഹ്മി, കറ്റാർവാഴ തുടങ്ങിയവ ഇട്ടു കാച്ചുന്ന വെളിച്ചെണ്ണയും മുടിയുടെയും ശരീരത്തിന്റെയും ആരോഗ്യത്തിന് നല്ലതാണ്. കുളിക്കാൻ ആര്യവേപ്പില, പ്ലാവ് തുടങ്ങിയവയുടെ ഇലകൾ ഇട്ട വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം. ഭക്ഷണശേഷം കുളിക്കാതിരിക്കുക. ഭക്ഷണം കഴിഞ്ഞു കുളിച്ചാൽ ദഹന പ്രശ്നങ്ങൾക്ക് സാധ്യതയേറെയാണ്. ഭക്ഷണം ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ശരീരത്ത് തേച്ച് കുളിക്കാൻ ബലാശ്വഗന്ധാദി തൈലം, ധാന്യന്തര തൈലം, എള്ളെണ്ണ, കർപ്പൂരാദി തൈലം എന്നിവ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ തേച്ച് ഏകദേശം അരമണിക്കൂർ മുതൽ 1 മണിക്കൂറിന് ശേഷം മാത്രമേ കുളിക്കാൻ പാടുള്ളൂ. പഞ്ചകർമ്മ ചികിത്സ കഴിഞ്ഞിട്ടുള്ളവർ, കഫരോഗങ്ങൾ ഉള്ളവർ, ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ, ഗർഭിണികൾ, ശരീരത്തിൽ നീരുള്ളവർ, മെൻസ്ട്രേഷൻ ആയിട്ടുള്ളവർ ഇങ്ങനെയുള്ള ആളുകൾ തേച്ചു കുളിക്കാൻ പാടുള്ളതല്ല. എന്നും എണ്ണ തേച്ചു കുളിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നന്ദി.